വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 1,00,000 രൂപ സമ്മാനവുമായി ഞാനെത്തുന്നു. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, the most trusted name in TV, mobiles and appliances. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിൽ UDF BJP വോട്ട് കച്ചവടം നടന്നതായി മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ. താൻ മത്സരിച്ച കോവിലകത്ത് മുറിയിലടക്കം ധാരണയുണ്ടായിരുന്നതായും ആരോപണം. പരമ്പരാഗത പാർട്ടി വോട്ടുകളിലും ചോർച്ചയുണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തൽ. കാരണങ്ങൾ കണ്ടെത്തി തിരുത്തലുകൾ വരുത്തുമെന്നും അരുമ ജയകൃഷ്ണൻ. സ്ഥിരം മദ്യപിച്ച് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോ ഡ്രൈവർ പോലീസിന്റെ പിടിയിൽ. നിലമ്പൂർ ചക്കാലക്കുത്ത് ചേലശ്ശേരിക്കുന്ന് സ്വദേശിയാണ് പിടിയിലായത്. ഇയാളുടെ ലൈസൻസ് റദ്ദു ചെയ്യുമെന്ന പോലീസ്. വാഹനം കോടതിയിൽ ഹാജരാക്കും. രാത്രിയുടെ മറവിൽ തിരുവാലി വാളോറിങ്ങൽ പുത്തൻപൊയിലിലെ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കി. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന തോട്ടിലേക്കാണ് മാലിന്യം ഒഴുക്കിയത്. സംഭവത്തിൽ നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. നിലമ്പൂർ നഗരസഭയിൽ UDFും BJPയും വോട്ട് കച്ചവടം നടത്തിയതായി മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ. 36 ഡിവിഷനുകളുള്ള നഗരസഭയിൽ 21ഇടത്തും BJPക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല എന്നതിൽ നിന്നും ചിത്രം വ്യക്തമാണെന്നും CPM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ 36 ഡിവിഷനിലുള്ളതിൽ BJP മത്സരിച്ചത് ആകെ 15 ഡിവിഷനിലേ ഉള്ളൂ. ബാക്കി 21 ഡിവിഷനിലും അവർ BJPക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. അത് തന്നെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ബാക്കി പത്രമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് BJPയും കോൺഗ്രസും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തറപ്പിച്ച് പറയാൻ നമുക്ക് ആ ഒരു സ്ഥാനാർത്ഥി നിർണയം തന്നെ നമുക്ക് കാണാൻ കഴിയും, നിർണയത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കോവിലകത്ത് മുറിയിൽ തന്നെ പരാജയപ്പെടുത്താൻ സിറ്റിംഗ് ഡിവിഷനായിരുന്നിട്ട് പോലും BJP വോട്ടുകൾ മറിച്ചു. പകരം ആശുപത്രിക്കുന്ന് ഡിവിഷനിൽ NDA സ്വതന്ത്രൻ കോൺഗ്രസ് വോട്ടുകൾ നേടിയെന്നും അരുമ ജയകൃഷ്ണൻ ആരോപിച്ചു. കോവിലത്തുമുറിയിലെ പരാജയം, കോവിലത്തുമുറി മാത്രമല്ല ആശുപത്രിക്കുന്നിലെയും പരാജയം ഒരു BJP കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ഫലമായിട്ടുണ്ടായതാണ്. അവസാന നിമിഷത്തിൽ നമ്മളെ കുറച്ച് വോട്ടുകളും അതിൻ്റെ ഒപ്പം പോയി എന്നുള്ള ഒരു വാസ്തവമാണ്. ആശുപത്രിക്കുന്നിൽ UDFിന്റെ പരാജയം കോൺഗ്രസിനായിട്ട് തിരിച്ചടി തന്നെയാണ്. അത് BJP കോൺഗ്രസ് അലയൻസ് 2ാം വാർഡിൽ ഉണ്ടായതിന്റെ ബാക്കി പത്രമാണ് 1ാം വാർഡിൽ അവരനുഭവിച്ചത്. പരമ്പരാഗതമായ പാർട്ടി വോട്ടുകളിലും ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തി തിരുത്തലുകൾ വരുത്തുമെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. പാർട്ടിയോടൊപ്പവും ജനങ്ങളോടൊപ്പവും തുടർന്നും പൊതുരംഗത്ത് സജീവമായി തന്നെ ഉണ്ടാകുമെന്നും പരാജയം ഉൾക്കൊള്ളുന്നുവെന്നും എന്നാൽ നഗരസഭയിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ ലീഡ് നേടുവാൻ UDFന് സാധിച്ചിട്ടില്ല എന്നും മിക്ക ഡിവിഷനുകളിലും കുറഞ്ഞ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് UDF സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കുവാൻ സാധിച്ചതെന്നും ഭരണവിരുദ്ധ വികാരം നിലമ്പൂർ നഗരസഭയിൽ ഉണ്ടായിരുന്നില്ലെന്നും അരുമ ജയകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനവിധി എന്ന് പറയുന്നത് നമുക്ക് പാർലമെന്റ് ഇലക്ഷനിലല്ല, ഇപ്പോൾ ബൈ ഇലക്ഷൻ നടന്നപ്പോൾ ഉണ്ടായ ഒരു ഭൂരിപക്ഷത്തിന്റെ അത്രയൊന്നും ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. ഏകദേശം 2000-ഓളം വോട്ടിന്റെ ഒരു മാറ്റമാണ്, 4000-ഓളം വോട്ടിന്റെ മാറ്റം ഉണ്ടായിരുന്ന 2000-ഓളം വോട്ടിന്റെ മാറ്റമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്.
ചില വാർഡുകൾ ഒരു വോട്ടിന് തോറ്റവരുണ്ട്, 4 വാർഡുകൾ 20-ന് താഴെ വോട്ടിന് തോറ്റവരുണ്ട്. അപ്പം ജനവിധി എന്ന് പറയുന്നത് നമ്മൾ മാനിക്കുന്നു. പക്ഷേ 5 വർഷം നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിനുള്ള ഒരു മറുപടിയാണ് ജനങ്ങൾ തന്നത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ള വിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ തോൽവി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും പരാജയം ജയവും നമ്മളെ പൊതുപ്രവർത്തനത്തിലും ഈ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉള്ളതാണ്. നമ്മളത് വിശദമായിട്ട് പഠിച്ച് അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും സജീവ രാഷ്ട്രീയവുമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി തിരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. സജീവമായ സംഘടനാ പ്രവർത്തനവുമായി പാർട്ടിയുടെ ഒപ്പം നിലമ്പൂരുണ്ടാവും. സ്ഥിരം മദ്യപിച്ച് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. നിലമ്പൂർ ചക്കാലക്കുത്ത് ചേലശ്ശേരിക്കുന്നിലെ പാടുകാണി രമേശനെതിരെയാണ് പോലീസിന്റെ നടപടി. വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂൾ, ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ എന്നിവിടങ്ങളിലേക്കാണ് കുട്ടികളെ കൊണ്ടുവരുന്നതും തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുന്നതും. ഈ സമയങ്ങളിലൊക്കെയും ഇയാൾ മദ്യപിച്ചാണ് വാഹനം ഓടിക്കാറുള്ളതെന്ന പരാതിയെ തുടർന്ന് പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഉച്ചയോടുകൂടി മദ്യപിച്ച് വാഹനം ഓടിക്കവേ സിവിൽ പോലീസ് ഓഫീസർമാരായ വിവേക് CV കാപ്പിൽ, ഷൗക്കത്ത് വാരിക്കൽ എന്നിവർ ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ലൈസൻസ് റദ്ദ് ചെയ്യുവാനുള്ള നടപടി സ്വീകരിച്ചതായി പോലീസ് പറഞ്ഞു. വാഹനം കോടതിയിൽ ഹാജരാക്കും. കേസെടുത്ത ശേഷം പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. നിത്യേന മദ്യപിച്ചുള്ള ഡ്രൈവിംഗിനിടെ അപകട സാധ്യത മുൻപിൽ കണ്ട് കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്താണ് പോലീസ് നടപടി സ്വീകരിച്ചത്. ഇങ്ങനെയുള്ള ഒരുപാട് ഡ്രൈവർമാർ നമ്മുടെ മേഖലകളിലൊക്കെ ഉണ്ട്. അവരുടെ ജോലി സമയത്ത് മദ്യപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യുക, പ്രത്യേകിച്ച് ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിൽ മദ്യപിച്ചിട്ടുള്ള ഡ്രൈവിംഗ് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കാം. ഒരുപക്ഷെ തൻ്റെ ജീവൻ മാത്രമല്ല ആ വാഹനത്തിലിരിക്കുന്ന മറ്റാളുകളുടെ ഒക്കെ ജീവൻ അപകടത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഈ ഒരു നടപടി മാതൃകാപരമാണ്. രാത്രിയുടെ മറവിൽ തിരുവാലി വാളൂരിങ്ങലിൽ പുത്തൻപൊയിലിലെ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കിയ നിലയിൽ കണ്ടെത്തി. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന തോട്ടിലേക്കാണ് ദ്രാവക രൂപത്തിലുള്ള മാലിന്യം ഒഴുക്കിയത്. രോഗഭീതിയും ഇതോടെ പ്രദേശത്ത് ആശങ്കയിലാണ്. നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. തോട്ടിൽ നീരൊഴുക്കുള്ളതിനാൽ മാലിന്യം കിലോമീറ്ററോളം ദൂരം പരന്ന് ഒഴുകുന്നുണ്ട്. ചെറിയൊരു ദുർഗന്ധവുമുണ്ട്. കറുപ്പ് നിറമാണ് കിണറ്റിലെ വെള്ളത്തിന്. വേദഗായത്രി ബാലികാ സദനത്തിലേക്ക് പോകുന്ന റോഡരികിലെ തോട്ടിലാണ് മാലിന്യം ഒഴുക്കിയിട്ടുള്ളത്. ഇത് ഈ തോട്, ഈ പുത്തമ്പയിൽ പുഴക്കൊണ്ട് തോട് സാധാരണ നന്നായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു തോടാണ്. ഇതിലത്തെ വെള്ളവും എല്ലാവരും ഉപയോഗിക്കുന്ന തോടാണ്. ഈ ഉപയോഗിക്കുന്ന തോടിൽ ഇന്ന് രാവിലെ ഞങ്ങൾ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ ആകെ വേസ്റ്റ് ഇട്ടതായിട്ട് കണ്ടിരിക്കുന്നത്. ഈ വേസ്റ്റ് എന്തിൻ്റെ വേസ്റ്റ് ആവുമെന്ന് അറിയില്ല. ഒരു കറുത്ത കളറിൽ ഒരു വേസ്റ്റ്, തോട്ടിലെ വെള്ളമൊക്കെ ആകെ കറുത്ത കളറായിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇനി ആരോടും ഇപ്പോൾ തൽക്കാലം ഒരാഴ്ചക്ക് ഉപയോഗിക്കരുത് എന്നാണ് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. പോലീസിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതേസമയം എന്തുതരം മാലിന്യമാണെന്ന് തിരിച്ചറിയാനായിട്ടില്ല. പ്രദേശത്തുകാർ കുളിക്കുവാനും വസ്ത്രം അലക്കുവാനും മറ്റും ഉപയോഗിക്കുന്ന തോടാണ് ഇത്. നാട്ടുകാരുടെ പരാതിയിൽ വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈ പുത്തമ്പൊയിൽ പൂളക്കൊണ്ട് ഈ തോട്ടിലെ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നമ്മളവിടെ കുറേ ആൾക്കാർ കുളിക്കാനും, ഒരു 10-50 കുടുംബങ്ങളുടെ സ്ഥലമാണിത്. അവിടെയുള്ള ആൾക്കാർ കുളിക്കാനും അതുപോലെ പാത്രങ്ങൾ കഴുകാനും കൃഷി ആവശ്യത്തിനും ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്, കുട്ടികളൊക്കെ കുളിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് അസുഖങ്ങൾ വരാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഇതൊരു കാരണമാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനും കാരണം. മുസ്ലിം ലീഗിന് ഇത്തവണ ചരിത്ര വിജയമാണ് തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ നേടിയെടുക്കുവാനായത്. മത്സരിച്ച 4 സീറ്റുകളിലും മുസ്ലിം ലീഗിന് ജയിക്കുവാൻ സാധിച്ചു. ഇതോടുകൂടി പഞ്ചായത്തിൽ 2.5 വർഷക്കാലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനവും ചോദിക്കുവാൻ ഒരുങ്ങുകയാണ് ലീഗ് നേതൃത്വം. കഴിഞ്ഞ തവണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്താണ് ലീഗ് ഇരുന്നിരുന്നതെങ്കിൽ, എന്നാൽ ഇത്തവണ പഞ്ചായത്തിൽ പകുതി സമയം തങ്ങൾക്കും പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന ഒരു നിലപാട് UDF യോഗത്തിൽ എടുക്കുവാനാണ് സാധ്യത. തിരുവാലി ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മുസ്ലിം ലീഗ് 4 വാർഡുകളിൽ വിജയിച്ച് കയറുന്നത്. കഴിഞ്ഞ തവണ 2 സീറ്റുകളിൽ വിജയിച്ച ലീഗ് ഇത്തവണ വിജയം ഇരട്ടിയാക്കി ഉയർത്തി. മത്സരിച്ച എല്ലാ സീറ്റുകളിലും വിജയിക്കുകയായിരുന്നു. അതിനാൽ തന്നെയാണ് ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെടുവാൻ പാർട്ടി തീരുമാനമെടുക്കുന്നത്. 7 സീറ്റുകളുള്ള കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ആദ്യ 2.5 വർഷവും തുടർന്നുള്ള 2.5 വർഷം ലീഗിന് പ്രസിഡന്റ് സ്ഥാനം വേണമെന്നാണ് ആവശ്യം. ഇത് വരും ദിവസങ്ങളിലെ UDF യോഗങ്ങളിൽ ആവശ്യപ്പെടാനാണ് പാർട്ടിയുടെ തീരുമാനം. ആദ്യ 2.5 വർഷം കോൺഗ്രസ് പ്രസിഡന്റായിരിക്കുന്ന സമയം
17-ാം വാർഡിൽ നിന്നും വിജയിച്ച എൻ മുഹമ്മദ് നജീബ് വൈസ് പ്രസിഡന്റായി ഇരിക്കും. മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 8-ാം വാർഡിൽ നിന്നും വിജയിച്ച സജന ടീച്ചർ ആയിരിക്കും ലീഗിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിന് ഇത്തവണ ഏറ്റത് വലിയ തിരിച്ചടിയാണ്. ഭരണം ലഭിച്ചെങ്കിലും കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് വണ്ടൂരിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ നഷ്ടമായ 2 സീറ്റുകൾ തിരിച്ചുപിടിച്ചു. CPM അധികം സീറ്റുകളൊന്നും നേടിയില്ലെങ്കിലും UDFന്റെ വലിയ തരംഗത്തിൽ വണ്ടൂരിൽ പിടിച്ചു നിന്നു എന്ന് പറയാം. സംസ്ഥാനമാകെ UDFന്റെ തരംഗം ആഞ്ഞടിച്ചപ്പോഴും വണ്ടൂർ പഞ്ചായത്തിൽ കോൺഗ്രസിന് വേണ്ടത്ര മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ 8 മെമ്പർമാർ ഉള്ള കോൺഗ്രസിന് ഇത്തവണ 7-ൽ ഒതുങ്ങേണ്ടി വന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന മുതിർന്ന നേതാക്കളായ VM നാണി, അഷറഫ് പാറശ്ശേരി എന്നിവർ പരാജയപ്പെട്ടു. കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന 4-ാം വാർഡായ കേലേമ്പാടം, 9-ാം വാർഡായ കൂരാട്, 10-ാം വാർഡായ മുടപ്പിലാശ്ശേരി എന്നിവ നഷ്ടമായി. ഇതിൽ 4, 9 വാർഡുകൾ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാർ വിജയിച്ച വാർഡുകളാണ്. ജനറൽ സീറ്റായ 4-ാം വാർഡിൽ ഇത്തവണ മത്സരിച്ച് പരാജയപ്പെട്ടത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ റോഷ്നി കെ ബാബുവാണ്. 10-ാം വാർഡാകട്ടെ കോൺഗ്രസിലെ മുതിർന്ന അംഗം CK മുബാറക്ക് കഴിഞ്ഞ തവണ വിജയിച്ച വാർഡാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഈ വാർഡ് കോൺഗ്രസ് നിലനിർത്തിയിരുന്നു. എന്നാൽ നിലവിലെ UDF അനുകൂല സാഹചര്യത്തിലും നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കോൺഗ്രസ് മികച്ച മുന്നേറ്റം നടത്തിയപ്പോഴും വണ്ടൂരിൽ മാത്രം കോൺഗ്രസിന് വേണ്ടത്ര തിളങ്ങാനായില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ ഉടലെടുത്ത തർക്കങ്ങളിൽ ലീഗിലെ ഒരു വിഭാഗത്തിന്റെ കൂടെ നിന്നതും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാതിരുന്നതും കോൺഗ്രസിന് വിനയായി എന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ ഭാഗമായാണ് വാർഡുകളിൽ നടന്ന UDF കൺവെൻഷനുകളിലും കുടുംബയോഗങ്ങളിലും മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കളുടെ വിട്ടുനിൽക്കൽ ഉണ്ടായിരുന്നത്. ഇത് കോൺഗ്രസ് മത്സരിച്ച വാർഡുകളിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പത്തിന് ഇടയാക്കി. വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ ഇവിടെ ചൂടേറിയ ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കും. എന്നാൽ മുസ്ലിം ലീഗ് ആകട്ടെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട 2 സീറ്റുകൾ തിരിച്ചുപിടിച്ചു. 14-ാം വാർഡായ ചെട്ടിയാറമ്മൽ MLA AP അനിൽകുമാർ ഉൾപ്പെടെ ഒപ്പിട്ട കരാർ അടിസ്ഥാനത്തിൽ ലീഗിന് നൽകണമെന്ന തീരുമാനം നടപ്പിലാകാത്തതും വാർഡ് ലീഗ് കമ്മിറ്റിയുടെ തീരുമാനം മറികടന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ വണ്ടൂർ ടൗൺ വാർഡിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടതും ലീഗിന്റെ വിജയത്തിന്റെ ശോഭ കെടുത്തി. മുസ്ലിം ലീഗ് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ചെട്ടിയാറമ്മൽ വാർഡ് തിരിച്ചു പിടിക്കുവാനോ അണികളെ വിശ്വാസത്തിൽ എടുക്കുവാനോ സാധിച്ചില്ലെന്ന പരാതിയാണ് നേതൃത്വത്തിനെതിരെ ഉയരുന്നത്. ഇത് ലീഗിനുള്ളിലും നേതൃത്വത്തിനെതിരെ വലിയ അഴിച്ചുപണികൾക്ക് വരും ദിവസങ്ങളിൽ സാധ്യതയുണ്ട്. UDFിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും LDF കഴിഞ്ഞ തവണ പിടിച്ച 11 സീറ്റുകൾ ഇത്തവണയും നിലനിർത്തി. UDF തരംഗത്തിലും അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ LDFന് വണ്ടൂരിൽ സാധിച്ചു. മുസ്ലിം ലീഗിലെയും കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കളെ പരാജയപ്പെടുത്തുവാനായത് നേട്ടമായി CPM കണക്കുകൂട്ടുന്നു. എന്നാൽ CPMന്റെ സ്വാധീന മേഖലയായ 22-ാം വാർഡായ പൊട്ടിപ്പാറ നഷ്ടമായത് തിരിച്ചടിയായി. UDFന്റെ കയ്യിലുള്ള പ്രധാന വാർഡുകൾ പിടിച്ചെടുക്കുവാൻ സാധിച്ചെങ്കിലും കഴിഞ്ഞ തവണ UDFിൽ നിന്നും പിടിച്ചെടുത്ത വാർഡുകൾ നിലനിർത്താനാകാത്തതും കയ്യിലുണ്ടായിരുന്ന 22-ാം വാർഡ് നഷ്ടമായതും CPMന് ഭരണം പിടിക്കുവാൻ ഇവിടെ തടസ്സമായി. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ തുടരും. ₹1,00,000 സമ്മാനവുമായി ഞാൻ എത്തുന്നു. ലുക്കിന് വിലയില്ല, ഫാഷന് വിലയില്ല, ട്രെൻഡിന് വിലയില്ല, സ്റ്റൈലിന് വിലയില്ല. ഈ പറഞ്ഞതൊന്നും വെറുതെയല്ല. ₹19 മുതൽ ₹999 വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി ₹1,00,000 സമ്മാനവുമായി ഞാൻ എത്തുന്നു. ₹1,00,000 വീതം 2 പേർക്ക്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം, ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാം. ആറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ.
പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. വർദ്ധിച്ചു വരുന്ന കറന്റ് ബില്ലിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി KM സോളാർ വേൾഡിൽ പരിഹാരമുണ്ട്. 8 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യവും 3 കിലോവാട്ട് മുതൽ 100 കിലോവാട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകൾ. ഇൻസ്റ്റാൾ ചെയ്ത് പ്രവൃത്തി പരിചയമുള്ള KM സോളാർ വേൾഡിൽ പ്രമുഖ ബ്രാൻഡുകളായ ലിവ് ഫാസ്റ്റ്, ലിവ് ഗാർഡ്, അദാനി, ലൂമിനസ്, വി ഗാർഡ്, വാരി എന്നീ കമ്പനികളുടെ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ, ബൈഫേഷ്യൽ ടോപ്കോൺ എന്നീ പാനലുകളും ലഭ്യമാണ്. MNRE, KSCB എന്നിവയുടെ അപ്രൂവലുള്ള KM സോളാർ വേൾഡിൽ സബ്സിഡിക്ക് വേണ്ടിയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. കൂടാതെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇൻവെർട്ടറും ബാറ്ററിയും, ലിഥിയം ബാറ്ററി എന്നിവയും KM സോളാറിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. KM സോളാർ വേൾഡ്, കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. മമ്മൂക്കയുടെ ഗ്ലാമറിന്റെ അത്രയൊന്നും വരില്ലല്ലോ. ലാലേട്ടന്റെ ചിരിയുടെ അത്രയും വരും. രാക്ഷസ രാജാവ്, പോക്കിൻ രാജ, പ്രജാപതി, മാടമ്പി, കിരീടം, വാനപ്രസ്ഥം, കമലതളം, റാഞ്ചിയേട്ടൻ, ഭ്രമയുഗം. ടിവിയിൽ മമ്മൂക്കയുടെ പടം വെക്കണോ ലാലേട്ടന്റെ പടം വെക്കണോ എന്ന കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ തമ്മിൽ തർക്കമുള്ളൂ കേട്ടോ. പക്ഷേ TV പിട്ടാപ്പള്ളിയിൽ തന്നെ വാങ്ങണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു തർക്കമില്ലായിരുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേ ഇല്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, the most trusted name in TV, mobiles and appliances. 1 ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തുന്നു. ലുക്കിന് വിലയില്ല, ഫാഷന് വിലയില്ല, ട്രെൻഡിന് വിലയില്ല, സ്റ്റൈലിന് വിലയില്ല. ഈ പറഞ്ഞതൊന്നും വെറുതെയല്ല. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി 1 ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തുന്നു. 1/2 ലക്ഷം രൂപ വീതം 2 പേർക്ക്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം, ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാം. ആറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. വാർത്തകൾ തുടരുന്നു പ്രേക്ഷകരെ. പോരൂർ ഗ്രാമപഞ്ചായത്തിൽ വലിയ വിജയത്തിൽ ആഘോഷം പ്രകടിപ്പിച്ച് UDF ആഘോഷ റാലി സംഘടിപ്പിച്ചു. വാദ്യമേളങ്ങൾ, DJ ഒക്കെയായി വലിയ ഒരു അലക്കടലായി മാറുകയായിരുന്നു ചെറുകോട് ടൗണിൽ കഴിഞ്ഞ ദിവസം രാത്രി.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തകർ വിജയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. UDF 14ഉം LDF 5 സീറ്റുകളുമാണ് നേടിയിരുന്നത്. DJ വാഹനങ്ങൾ, വെടിക്കെട്ട് മുതലായവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. MLA AP അനിൽകുമാർ റോഡ് ഷോ ഫ്ലാഗ് ഓഫ് ചെയ്തു. വിജയിച്ച സ്ഥാനാർത്ഥികൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനത്തോടനുബന്ധിച്ച് പോരൂർ കോട്ടക്കുന്ന് ALP സ്കൂളിൽ അലിഫ് ക്ലബ്ബ് സപ്ലിമെന്റ് പുറത്തിറക്കി. AP അനിൽകുമാർ MLA സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു. അറബി ഭാഷയുടെ പ്രാധാന്യവും കുട്ടികളുടെ വിവിധ സൃഷ്ടികളും ചേർത്താണ് സപ്ലിമെന്റ് തയ്യാറാക്കിയത്. പ്രധാന അധ്യാപകൻ ശ്രീപാൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് C. സുഹൈൽ, സീനിയർ അസിസ്റ്റന്റ് സുഹറ, അധ്യാപികമാരായ K. മുനീറ ബീഗം, KT തസ്ലി, സ്കൂൾ അലിഫ് കൺവീനർ KT മിൻഹബ്, സ്കൂൾ ലീഡർ K. മുഹമ്മദ് ഇഷാൻ, ക്ലബ്ബ് അംഗങ്ങളായ ഫൈഹ ഫാത്തിമ, K. അഫ്ഷാൻ, MK ഫർഹാൻ, EK റിഫ, C. മുഹമ്മദ് ഷാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വേൾഡ് അറബിക് ഡേയോടനുബന്ധിച്ച് കോട്ടക്കുന്ന് ALP സ്കൂളിലെ അറബിക് ക്ലബ്ബിലെ കുട്ടികൾ തയ്യാറാക്കിയ സപ്ലിമെന്റ് അലിഫ് എന്ന പേരിൽ ഇറക്കിയ സപ്ലിമെന്റിന്റെ പ്രകാശന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. പിന്നെ ഓരോ ക്ലാസ്സിലെയും ലീഡർമാരായ കുട്ടികളാണ് ഇപ്പോൾ ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ളത്. MLA ആണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. JCI നിലമ്പൂർ ഗോൾഡൻ ഡാഫോഡിൽസ് ഇൻസ്റ്റലേഷൻ സെറിമണി നാളെ നടക്കും. വടപുറം റോക്ക്ഡെയിൽ റിസോർട്ടിൽ വൈകിട്ട് 6:30 ചടങ്ങുകൾ നടക്കുക. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. നിലമ്പൂർ നോർത്ത് DFO P. ദിനേഷ് കുമാർ IFS ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ചടങ്ങിൽ വെച്ച് ജിനി സാംസൺ ചാപ്റ്റർ പ്രസിഡന്റായി ചുമതലയേൽക്കും. മോട്ടിവേഷണൽ സ്പീക്കർ ഫിലിപ്പ് മമ്പാട്, JCI സോൺ പ്രസിഡന്റ് മീര മേനോൻ, KS ചിത്ര, CR അംബിക, സിന്ധു സൂരജ്, PK രേഖ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. പുതിയ പ്രസിഡന്റായിട്ട് വരുന്നത് JFA ജിനി സാംസൺ ആണ്. സെക്രട്ടറി ആയിട്ട് ഡോക്ടർ അഞ്ജു, ട്രഷററായിട്ട് സബ്ന നിസാർ, ഇവരാണ് വരുന്നുണ്ടാവുക. നാളത്തെ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് ധനേഷ് കുമാർ IFS പങ്കെടുക്കും. അതുപോലെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് ഫിലിപ്പ് മമ്പാട് പങ്കെടുക്കും. പിന്നെ സോണിന്റെ നമ്മുടെ ഇപ്പോഴത്തെ സോൺ പ്രസിഡന്റ് നമ്മുടെ ലോക്കൽ ഓർഗനൈസേഷനാണ്, വിരാമേനോനാണ് പുതിയ സോൺ പ്രസിഡന്റ്. അദ്ദേഹവും നാളത്തെ ഈ പ്രോഗ്രാമിൽ നമ്മളോട് കൂടി ഉണ്ടായിരിക്കും. പുതിയ സെക്രട്ടറിയായി ഡോക്ടർ അഞ്ജും അബ്ബാസ്, ട്രഷററായി സബ്ന നിസാർ എന്നിവരും ചുമതലയേൽക്കും. JCIയുടെ വനിതാ ചാപ്റ്ററായി നിലമ്പൂർ ഗോൾഡൻ ഡാഫോഡിൽസിന്റെ നേതൃത്വത്തിൽ നിരവധി സേവന പ്രവർത്തനങ്ങളും സ്ത്രീ ശാക്തീകരണ പരിപാടികളും സംഘടിപ്പിച്ചു വരികയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ വനിതകൾക്ക് വേണ്ടിയിട്ട് മഹിളാ സമിതിയിൽ എല്ലാ വർഷവും, ഒരു വർഷം എന്നല്ല, എല്ലാ വർഷവും അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠന ഉപകരണങ്ങളും വസ്ത്രങ്ങളും പിന്നെ എന്താ പറയുക ഈ വിശേഷ ദിവസങ്ങളിൽ ഫുഡും ഒക്കെ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കാറുണ്ട് സമിതിയിൽ. അതുപോലെ ലേഡീസിന് വേണ്ടിയിട്ട് നമ്മൾ കരിയർ ഗൈഡൻസ്, അവർക്ക് വേണ്ട പിന്നെ എന്താ പറയുക ലീഗൽ ഒപ്പീനിയൻസ്, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസിനെ എങ്ങനെ എന്താ പറയുക ഇൻഡിവിജ്വലായിട്ട് നിൽക്കാൻ സാധിക്കും, സാമ്പത്തികമായിട്ടാണെങ്കിലും നമുക്ക് സംസാരിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്കൊക്കെ കൊണ്ടുവരാൻ JCIയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ സിന്ധു സൂരജ്, PK രേഖ, ജിനി സാംസൺ എന്നിവർ പങ്കെടുത്തു. നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കുറേ പ്രൊജക്റ്റുകൾ ഈ വർഷം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കൂടാതെ ഈ വർഷം എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ്, അതായത് ഞങ്ങൾ എല്ലാ വർഷവും എല്ലാ പ്രസിഡൻസും ഒരു സസ്റ്റൈനബിൾ പ്രൊജക്റ്റ് അവതരിപ്പിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റ് അനിമൽ കൺട്രോളുമായിട്ട് റിലേറ്റഡ് ആണ്. അത് ഞങ്ങൾ നാളെയാണ് അവിടെ റിവീൽ ചെയ്യുന്നത്. അപ്പം അതൊരു സമൂഹത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ മറ്റുള്ള നമ്മൾ അനിമൽ കൺട്രോളുമായിട്ട് ഒരുപാട് നമ്മൾ ഇപ്പോൾ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിനെ എങ്ങനെ തരണം ചെയ്യാം, ഏതൊരു കോസ്റ്റ് എഫക്റ്റീവായ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയെക്കുറിച്ച് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിൽ UDF BJP വോട്ട് കച്ചവടം നടന്നതായി മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ. താൻ മത്സരിച്ച കോവിലകത്ത് മുറിയിലടക്കം ധാരണയുണ്ടായിരുന്നതായും ആരോപണം. പരമ്പരാഗത പാർട്ടി വോട്ടുകളിലും ചോർച്ചയുണ്ടായിട്ടുണ്ടെന്ന് വിലയിരുത്തൽ.
കാരണങ്ങൾ കണ്ടെത്തി തിരുത്തലുകൾ വരുത്തുമെന്നും അരുമ ജയകൃഷ്ണൻ. സ്ഥിരം മദ്യപിച്ച് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോ ഡ്രൈവർ പോലീസിന്റെ പിടിയിൽ. നിലമ്പൂർ ചക്കാലക്കുത്ത് ചേലശ്ശേരിക്കുന്ന് സ്വദേശിയാണ് പിടിയിലായത്. ഇയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്ന് പോലീസ്. വാഹനം കോടതിയിൽ ഹാജരാക്കും. രാത്രിയുടെ മറവിൽ തിരുവാലി വാളോറിങ്ങൽ പുത്തൻപൊയിലിലെ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കി. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന തോട്ടിലേക്കാണ് മാലിന്യം ഒഴുക്കിയത്. സംഭവത്തിൽ നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. 1TV ന്യൂസിൽ വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 8:30 രാത്രി 10 മണിക്കും പുനഃസംപ്രേഷണം രാവിലെ 8:30. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് 1,00,000 രൂപ സമ്മാനവുമായി ഞാനെത്തുന്നു. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേ ഇല്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, the most trusted name in TV, mobiles and appliances. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി.